കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൽ നമുക്ക് രക്ഷയുണ്ട് എന്നുള്ള ദൈവവചനത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പല പ്രസംഗത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുമൊക്കെ റോമാലേഖനത്തിൽ നിന്നൊക്കെ നമുക്കെന്നറിയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നിങ്ങൾ അതരം കൊണ്ട് ഏറ്റുപറയുകയും കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതൊരു വിശ്വാസമാണ്, നമുക്ക് രക്ഷ ലഭിച്ചു എന്നുള്ളത്. എന്നാൽ നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന അറിവുകളൊക്കെ നമുക്ക് അനുഭവമായി മാറണം. ഹല്ലേലൂയ. അവിടെയാണ് രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരൊക്കെ ഹല്ലേലൂയ ദൈവസഭയോട് പ്രാർത്ഥിക്കുകയും അവരെ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്കറിയാം, യാക്കോബിൻ്റെ ലേഖനം നമ്മൾ നോക്കിയാൽ, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 14-ാം വാക്യം, ഹല്ലേലൂയ, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഹല്ലേലൂയ. എന്നാൽ റോമാലേഖനത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ രക്ഷയുണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ രക്ഷ പ്രാപിക്കും എന്ന് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ട്, എന്നാൽ ഹല്ലേലൂയ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ രക്ഷ പ്രാപിക്കുമോ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ലഭിച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ രക്ഷ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രക്ഷയുടെ പൂർത്തീകരണം ഹല്ലേലൂയ നമ്മിലേക്ക് സംഭവിക്കുമോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് യാക്കോബ് അവിടെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഹല്ലേലൂയ. അപ്പോൾ ദൈവിക വിശ്വാസത്തിനകത്ത് ഹല്ലേലൂയ ഒരു ആക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ ആ വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷൻ ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മളിൽ വെളിപ്പെട്ട ആ രക്ഷയുടെ പൂർത്തീകരണത്തിനകത്തേക്ക് ഹല്ലേലൂയ ആ ദൈവിക മഹത്വത്തിനകത്തേക്ക് ഹല്ലേലൂയ നമുക്ക് പ്രവേശിക്കുവാനോ അതിനെ അനുഭവിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലൊക്കെ ഹല്ലേലൂയ കർത്താവ് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, കുഷ്ഠരോഗികളായ വ്യക്തികൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വരികയും ഹല്ലേലൂയ അവരെ സൗഖ്യമാക്കണം, ഹല്ലേലൂയ അവരുടെ കുഷ്ഠത്തിന് ഹല്ലേലൂയ ഒരു പരിഹാരം ലഭിക്കണമെന്നൊക്കെ അപേക്ഷിച്ച് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടോ അവരുടെ തലയിൽ കൈവച്ചതായിട്ടോ ഒന്നും നമ്മൾ ആ ഭാഗത്ത് കാണുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യമായത് ഹല്ലേലൂയ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഖ്യം ഹല്ലേലൂയ പുരോഹിതന് കൊണ്ട് കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെയും ഹല്ലേലൂയ അവർ ആ കുഷ്ഠത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവൻ പറഞ്ഞ ആ വാക്കിനകത്ത് ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ടെന്നും അവൻ പറഞ്ഞ വാക്കിനകത്ത് ജീവനുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഹല്ലേലൂയ അവർ പുരോഹിതന്റെ അടുക്കിലേക്ക് തിരിഞ്ഞ് നടക്കുന്ന വഴിയിൽ ഹല്ലേലൂയ അവർ സൗഖ്യമാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കാം, ഹല്ലേലൂയ ദൈവ വചനത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം, പ്രവാചകന്മാരിലൂടെ, ദൈവദാസന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ഒക്കെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്നൊക്കെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നതായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കുന്ന ദൈവ ശബ്ദത്തിനകത്ത് ഒരു ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് നിവൃത്തിയാകാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ഹല്ലേലൂയ ചെയ്താൽ ഉപകാരമെന്ത്? ഹല്ലേലൂയ. ഇവിടെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. കേൾക്കുന്നത് നമുക്കത് വിശ്വാസമായിട്ട് പരിണമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ആ വിശ്വാസത്തിന് നമ്മൾ ആക്ഷൻ എടുത്തിരിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസത്തിനൊരു ആക്ഷൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. 38 സംവത്സരമായിട്ട് ഹല്ലേലൂയ കുളക്കരയിൽ കിടക്കുന്ന
അല്ലെങ്കിൽ രോഗിയായി പാരലൈസ്ഡായി കിടക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവനോട് യേശു കർത്താവ് പറയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ കിടക്ക എടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമോ അവന്റെ തലയിൽ കൈവച്ചതിന് ശേഷമോ അല്ല, ഹല്ലേലൂയ, അവനോട് പറയുകയാണ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക. ഇത് പറയുമ്പോഴും അവൻ രോഗിയാണ്. ഹല്ലേലൂയ. പക്ഷേ പറഞ്ഞ വാക്കിനകത്ത്, അവന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനകത്ത് ദിവ്യശക്തിയുണ്ടെന്നുള്ള അതേ ബോധ്യത്തിൽ അവന്റെ കിടക്ക എടുക്കുവാൻ അവൻ തയ്യാറെടുത്തപ്പോൾ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ആക്ഷൻ എടുക്കാൻ അവൻ തയ്യാറെടുത്തപ്പോൾ അവൻ കിടക്ക എടുത്ത് നടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേപോലെ ഹല്ലേലൂയ പല സാഹചര്യത്തിനകത്തും നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, വിശ്വാസത്തിന് ഒരു ആക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 60-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 1-ാം വാക്യം, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക, ഹല്ലേലൂയ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരും. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രിമാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കിൽ നിന്ന് വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. ഹല്ലേലൂയ. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. ഇതെല്ലാം ഹല്ലേലൂയ ദൈവികമായ ശബ്ദമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹല്ലേലൂയ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. യഹോവയുടെ തേജസ്, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, എന്നാൽ നിന്റെ മേൽ യഹോവ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവത്തിന്റെ തേജസ് വരുവാൻ കാത്തിരിക്കുന്ന ഒരു ഭക്തനല്ല നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായുമ്പോഴും, ഹല്ലേലൂയ, ഇത് എന്നിൽ ഉണ്ട്, ഹല്ലേലൂയ, ഇത് നമ്മിൽ വന്നു കഴിഞ്ഞു, ദൈവത്തിന്റെ തേജസ് നമ്മളിൽ വന്നു കഴിഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ വന്നു കഴിഞ്ഞു എന്നുള്ള ആ ബോധ്യത്തിനകത്ത് നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നീ പ്രകാശിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസത്തോടെ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഇത്രയും വാഗ്ദത്തങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ദൈവിക പദ്ധതികൾ ഉണ്ടായിട്ടും, ഹല്ലേലൂയ, ഞാൻ പ്രകാശിക്കാത്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവിക മഹത്വം എനിക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതെന്നുള്ളതിൻ്റെ, ഹല്ലേലൂയ, ആ ചോദ്യത്തിൻ്റെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ കൂടെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ പ്രകാശിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് പറയുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിന്റെ ഒരു ആക്ഷൻ, നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിനനുസരിച്ച് ഒരു പ്രവൃത്തി, ഹല്ലേലൂയ, ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നീ പോകുന്ന വഴിയിൽ, ഹല്ലേലൂയ, നീ സൗഖ്യമായിരിക്കും. നീ പോകുന്ന വഴിയിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടിരിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ ബോധ്യം, ഹല്ലേലൂയ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധനാം ദൈവമേ, ഹല്ലേലൂയ, ഈ കേട്ട ദൈവത്തിന്റെ ശബ്ദം കർത്താവേ, ഇവരുടെ വിശ്വാസത്തിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ വചനം വളരെ അനുഗ്രഹമാക്കി, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിച്ച് അനേകർക്ക്, ഹല്ലേലൂയ, വെളിച്ചമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, കർത്താവേ, ഈ മക്കളെ ദൈവം സഹായിക്കുന്നതിനായി നന്ദി. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.